മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ ഇനി എത്ര നിലവിളിച്ച് കരഞ്ഞ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ നീട്ടും കാര്യമില്ല. ആ ദുആ അല്ലാഹ് സ്വീകരിക്കൂല. അത് വേറെ കാര്യം. നമ്മുടെ ജന്മം നൽകിയ, നമ്മളെ പ്രസവിച്ച, മരണത്തോട് മല്ലടിക്കുന്ന വേദന സഹിച്ചുകൊണ്ട് നമ്മെ നൊന്ത് പ്രസവിച്ച നമ്മുടെ ഉമ്മമാർ ഖബറുകളിലാണെങ്കിൽ ആ ഉമ്മയും വാപ്പയും നമ്മുടെ രക്തബന്ധങ്ങളിലുള്ളവരും മറ്റുമൊക്കെ, നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിലുള്ളവരും മറ്റുമൊക്കെ അവരൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദഅവത്തൻ ഒരു ദുആഇനെയാണ്. എങ്ങനെയുള്ള ദുആ ആണ്? തൽഹഖുഹു മിൻ അബിൻ ഔ ഉമ്മിൻ ഔ അഖിൻ ഔ സ്വദീഖിൻ. ഉമ്മയിലൂടെ വാപ്പയിൽ നിന്ന് കിട്ടുന്ന ദുആ, ഉമ്മയിൽ നിന്ന് കിട്ടുന്ന ദുആ, അതുപോലെ തന്നെ സഹോദരനിൽ നിന്ന് കിട്ടുന്ന ദുആ, അതുപോലെ തന്നെ സ്വന്തം ചങ്ങാതി കൂട്ടുകാരനിൽ നിന്ന് കിട്ടുന്ന ദുആ, ആ ദുആഇനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദുആ എങ്ങാനും തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരിച്ചതിന്റെ പേരിൽ അവന്റെ ഉറ്റ സുഹൃത്തൊന്ന് ദുആ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉമ്മ ദുആ ചെയ്താൽ, അല്ലെങ്കിൽ വാപ്പ ദുആ ചെയ്താൽ, അല്ലെങ്കിൽ സഹോദരൻ ദുആ ചെയ്താൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കാന അഹബ്ബ ഇലൈഹി മിനദ് ദുനിയാ വമാ ഫീഹാ. ദുനിയാവും ദുനിയാവിലുള്ള മുഴുവനും കിട്ടുന്നതിനേക്കാളും പുണ്യമാണ്, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കും ആ ഒരൊറ്റ ദുആ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ മകൻ ദുആ ചെയ്താൽ എന്നതിനെ കുറിച്ച് ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കണം. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തതിനെ സംബന്ധിച്ച് ഹദീസിലില്ല. എന്താ പറഞ്ഞത്? മാതാപിതാക്കൾ ദുആരക്കുക, സഹോദരൻ ദുആരക്കുക, അതുപോലെ തന്നെ കൂട്ടുകാരൻ ദുആരക്കുക. ഇത്ര എവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ മക്കൾ ദ്വാരക്കണ്ടേ മാതാപിതാക്കൾക്ക് വേണ്ടി? മക്കൾ ദ്വാരന്നില്ലെങ്കിലും കുഴപ്പമില്ല. അതാ അതിന്റെ പ്രത്യേകത. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടല്ലോ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഖുർആൻ ഓതാറുണ്ടല്ലോ. പരിശുദ്ധമായ ഖുർആൻ മരിച്ചുപോയ ആളുടെ അടുത്ത് വെച്ച് ഓതൽ പുണ്യമാണല്ലോ. മരണപ്പെട്ട വീട്ടിൽ പരിശുദ്ധമായ ഖുർആൻ ഓതൽ പുണ്യമാണല്ലോ. ഇതൊക്കെ പുണ്യമായിട്ട് ഒരു മരണപ്പെട്ടു പോയ ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടി ഇസ്ലാമിക വീക്ഷണത്തിൽ, ശാഫിഈ മദ്ഹബിന്റെ വീക്ഷണത്തിൽ മരിച്ചുപോയ ആൾക്ക് വേണ്ടി ഖുർആൻ ഓതാൻ വേണ്ടി ആളെ കൂലിക്ക് വിളിക്കൽ പോലും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നല്ല കാര്യമാണ് എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മരിച്ചുപോയ ആൾക്ക് വേണ്ടി ഖുർആൻ ഓതാൻ വേണ്ടി ആളെ വിളിക്കുക, പൈസ കൊടുത്തിട്ട്. ഹാഫിളീങ്ങളെ വിളിക്കുക, പള്ളിയിൽ നിന്ന് മുത്തഅല്ലിമീങ്ങളെ വിളിക്കുക, അറബി കോളേജിൽ നിന്ന് മുത്തഅല്ലിമീങ്ങളെ വിളിക്കുക. ഇത് 4 രൂപത്തിലാണ് എന്ന് അഇമ്മത്തുകൾ വിശദീകരിക്കുന്നുണ്ട്. നമ്മളിതൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ വീടുകളിലൊക്കെ മരണങ്ങൾ നടക്കാറുണ്ട്, മരണ വീടുകളിലൊക്കെ നമ്മൾ പോകാറുണ്ട്. ഇതിൻ്റെയൊക്കെ മാഹാത്മ്യവും പുണ്യവും സവിശേഷതയും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരാൾക്ക് ഖുർആൻ ഓതാൻ വേണ്ടി ഇങ്ങനെ വാടകയ്ക്കെടുക്കൽ, കൂലിക്കെടുക്കൽ, അത് സ്വഹീഹാകും. അത് 4 രൂപത്തിലാണ് സ്വഹീഹാകുന്നത്. 1, ഖിറാഅത്തുഹു ഇൻദ ഖബരി മൻ ഖസദഹുൽ മുസ്തഅ്ജിറു. 1, ഖബറിന്റെ അടുത്ത് പോയി ഖുർആൻ ഓതാൻ വേണ്ടി. നമ്മൾ പലരെയും വിളിക്കലുണ്ട്, ഉസ്താദന്മാരൊക്കെ വിളിച്ചിട്ട് എൻ്റെ വാപ്പയുടെ ഖബർ ഒന്ന് സിയാറത്ത് ചെയ്യണം, ഉമ്മയുടെ ഖബർ ഒന്ന് സിയാറത്ത് ചെയ്യണം, അവിടെ വന്നൊന്ന് ദ്വാരക്കണമെന്ന് പറഞ്ഞാൽ പള്ളിയിലെ ഉസ്താദന്മാരെ ആലിമീങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ദ്വാരക്കും. ഇങ്ങനെ ദ്വാരന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം ആ ഖബറിൽ കിടക്കുന്നയാൾക്ക് കിട്ടുമെന്ന് മഹാന്മാരായ അഇമ്മത്തുകൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തത് മരിച്ചുപോയ ആൾ അവിടെ അടുത്തില്ല, മയ്യത്തിന്റെ അടുത്തല്ല, ഖബറിന്റെ അടുത്തുമല്ല. പിന്നെ ഒരു വീട്ടിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് ദുആ ചെയ്യാൻ വേണ്ടി. ആർക്ക് വേണ്ടി? മരിച്ചുപോയ ആൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ക്ഷണിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ യാസീൻ ഓതുന്നു, അല്ലെങ്കിൽ മൗലിദ് ഓതുന്നു, ദിക്റുകൾ ചൊല്ലുന്നു. ഇതിന് ശേഷം നമ്മൾ ദുആ ചെയ്യാതെ ഇതിന്റെ ഒരു പ്രതിഫലവും അയാൾക്ക് കിട്ടൂല എന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ചിലരൊക്കെ യാസീൻ ഓതിയിട്ട് ഇതിന്റെ പ്രതിഫലം ഞാൻ ഹദിയ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ആ മരണപ്പെട്ടു പോയ ആൾക്ക് അതിന്റെ ഒരു പുണ്യവും കിട്ടൂല. ആ പരിപാടി ലഘുവാണ് എന്ന് വനിയ്യത്തു സവാബിലിൽ മയ്യിതി മിൻ ഗൈരി തലഫുലിൻ ബിദുആഇൻ ലഘുവൻ. ദുആ ചെയ്യാതെ അല്ലാഹു ഇതിന്റെ പുണ്യത്തെ, ഇതിന്റെ പ്രതിഫലത്തെ ഞാൻ ഹദിയ ചെയ്തു എന്നോ, അല്ലെങ്കിൽ ഇതിന്റെ പ്രതിഫലത്തെ ഞാൻ ഹദിയ ചെയ്തു എന്നോ ഒരാൾ പറഞ്ഞതുകൊണ്ട് മരണപ്പെട്ടു പോയ ആൾക്ക് അതിന്റെ ഒരു പ്രതിഫലവും കിട്ടൂല.
അപ്പൊ എന്തു വേണം? മരണപ്പെട്ടു പോയ ആൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ദുആ ചെയ്താലേ പുണ്യം കിട്ടുള്ളൂ, പ്രതിഫലം കിട്ടുള്ളൂ. ഹദിയ ചെയ്തു എന്ന് പറഞ്ഞാൽ കിട്ടൂല. ഇത് രണ്ടാമത്തെ രൂപം, മരണപ്പെട്ടു പോയ ആള് അടുത്ത് ഇല്ല എങ്കിൽ. മൂന്നാമത്തെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു പള്ളിയിൽ നിന്നൊരു ആലിമിനെ, ഒരു ഉസ്താദിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്, ദുആ ചെയ്യാൻ വേണ്ടി. ഖുർആൻ ഓതിയിട്ട്, യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ഒരാളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ ഒന്നുകിൽ ആ കൂലിക്ക് വിളിച്ച ആ വീട്ടുകാരന്റെ സന്നിധിയിൽ വെച്ചോ അയാളുടെ മക്കളുടെ സന്നിധിയിൽ വെച്ചോ ഓതുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കതിന്റെ പുണ്യം കിട്ടും. ഇത് മൂന്നാമത്തെ രൂപം. നാലാമത്തെ രൂപം, ഒരാൾക്ക് വേണ്ടി ഓതാൻ വേണ്ടി ഒരാളെ വാടകയ്ക്ക് വിളിച്ചു, കൂലിക്ക് വിളിച്ചിട്ടുണ്ട് എങ്കിൽ ഓതാൻ പോകുന്നയാള് ആ മരണപ്പെട്ടു പോയ വ്യക്തിയെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഓതണം. ഹാലത്തൽ ഖിറാഅത്തി വഹാലത്തദ് ദുആ, ഓതുന്ന സമയത്തും അതുപോലെ തന്നെ ദുആ ചെയ്യുന്ന സമയത്തും ആ വ്യക്തിയെ ഇങ്ങനെ ചിന്തിക്കണം, ഒന്ന് മനനം ചെയ്യണം, മനസ്സിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഓതിയാൽ മാത്രമേ ഈ വ്യക്തിക്ക് അതിന്റെ പ്രതിഫലം കിട്ടുള്ളൂ, അതിന്റെ പുണ്യം കിട്ടുള്ളൂ, ഓതിയതിന്റെ പ്രതിഫലം. അല്ലാതെ ഓതുകയാണെങ്കിൽ ആ ഇജാറത്ത് പോലും അത് ജായിസാവുകയില്ല. അതൊരു ഫാസിദായ ഇടപാടാണ്. ഫാസിദായ ഇടപാടുമായി ബന്ധപ്പെടുന്നതിന്റെ ഹുക്മ് ഹറാമാണ് എന്ന് അഇമ്മത്തുൽ ഖിറാം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നാൽ ഇവിടെ മക്കളാണ് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതെങ്കിലോ ഓതുന്നതെങ്കിലോ അവര് ദുആയും ചെയ്യണ്ട, അവര് ഒന്നും ചെയ്യണ്ട, അവര് നിസ്കരിച്ചാൽ തന്നെ മതി, അതിന്റെ പ്രതിഫലം വാപ്പാക്ക് കിട്ടും. ഒരു മകൻ ഇബാദത്ത് ചെയ്താൽ തന്നെ മതി. റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ചാൽ, സകാത്ത് കൊടുത്താൽ, ഹജ്ജ് ചെയ്താൽ, ഉംറകൾ നിർവഹിച്ചാൽ, സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ മുഴുവൻ പുണ്യങ്ങളും ഇതിനാരാണ് കാരണക്കാരായത്? ഉമ്മയും വാപ്പയുമാണ്. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യണ്ട. വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്തില്ലെങ്കിൽ പോലും ചെയ്യണ്ടെന്നല്ല, ചെയ്യണം. അത് വേറെ ചില കാരണങ്ങൾക്ക് വേണ്ടി. നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആരക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആരക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. ദുആഇന് ഇജാബത്ത് കിട്ടാനുള്ള ആദാബുകൾപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് അവന്റെ ദുആ. ഒരാളുടെ ദുആ അല്ലാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ആർക്ക് വേണ്ടി ദുആരക്കണം? മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാതെ ഇനി എത്ര നിലവിളിച്ച് കരഞ്ഞ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ നിന്നിട്ടും കാര്യമില്ല, ആ ദുആ അല്ലാഹു സ്വീകരിക്കൂല. അത് വേറെ കാര്യം. പക്ഷേ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തില്ലെങ്കിലും ഇവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ പുണ്യങ്ങൾ മുഴുവൻ ആർക്കാണ്? മാതാപിതാക്കൾക്കാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ദ്വാരക്കേണ്ട കാര്യമില്ല. പക്ഷേ വേറെ ഏതൊരാൾക്കു വേണ്ടിയും ഖുർആൻ ഓതിയിട്ടോ ദിക്ർ ചൊല്ലിയിട്ടോ ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആഇന്റെ പ്രതിഫലം അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ശേഷം ദുആ ചെയ്തെങ്കിലേ പറ്റൂ എന്ന് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീടുകളിലും ഒരു ദീനിന്റെ ഖാദിമുണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സദസ്സിലൂടെ നമ്മുടെ മനസ്സുകളിൽ ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ കാണേണ്ടത്, നമ്മൾ തീരുമാനിക്കണം നമുക്ക് ആഖിറത്തിലൊരു മുതൽക്കൂട്ടായി ഖബറിൽ പോകുമ്പോൾ അവിടെ ഒഴുകിയെത്തുന്ന ഒരു ജാരിയായ സ്വതക്കയായി ആഖിറത്തിന്റെ ഭീകരമായ ഭീഭത്സമായ സന്നിഗ്ധ ഘട്ടങ്ങളിൽ സിറാത്തിലൂടെയും മീസാനിലൂടെയും ഹൗദുൽ കൗസറിന്റെ ചാരത്തുമൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവിടേക്കൊരു താങ്ങും തണലുമായി നമുക്ക് ശഫാഅത്ത് ചെയ്യുന്ന, നമ്മെ സ്വർഗത്തിലേക്ക് നമ്മുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ആനയിച്ചു കൊണ്ടുപോകുന്ന ഒരു സമ്പാദ്യം അത് നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതിനു പറ്റി ഏറ്റവും വലിയ സമ്പാദ്യമാണ് നമ്മുടെ മക്കളെ ഹാഫിളും ആലിമുമാക്കുക എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, ഇവിടെ ഒരു കുട്ടി ഹാഫിളായതിനെ തുടർന്നാണല്ലോ ഈ ഒരു മജ്ലിസ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ ഒരു ഇൽമിന്റെ വേദി, ഇൽമ പറയുന്ന വേദിയാണല്ലോ. ഇതിന് നിമിത്തമായത് ആ ആദിൽ മുഹമ്മദ് എന്ന കുട്ടി ഹാഫിളായതാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഖ്റവിയായ ഹാഫിളീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഹാഫിളിന്റെ പദവി എന്താ? ഹാഫിളിന്റെ മഹത്വം എന്താണ്? ഹാഫിളിന്റെ സവിശേഷത എന്താണ്? ഹാഫിദിന് സവിശേഷതയാണ്, ഹാഫിദിന്റെ മാതാപിതാക്കൾക്ക് സവിശേഷതയാണ്, എന്തെല്ലാം കൂലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യജീഉൽ ഖുർആനു യൗമൽ ഖിയാമത്തി ഫയഖൂലു യാ റബ്ബി ഹല്ലി.
ഖിയാമത്ത് നാളിൽ ഖുർആൻ വരും, ഓതിയ ഖുർആൻ വരും. എന്നിട്ട് ഖുർആൻ പറയും, യാ റബ്ബി ഹല്ലി, അല്ലാഹുവേ ഈ ഖുർആൻ മനപ്പാഠമാക്കിയ മനുഷ്യന് അല്ലാഹുവേ നീ ആഭരണം അണിയിച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫയുൽബസു താജുൽ കറാമ, മാന്യതയുടെ ബഹുമാനത്തിന്റെ കിരീടം ആ മനുഷ്യൻ അണിയിക്കപ്പെടും. പിന്നെ ആ ഖുർആൻ പറയും, യാ റബ്ബി സിദ്ഹു, അല്ലാഹുവേ ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ആ മനുഷ്യന് കൊടുക്കണമെന്ന് പറയും. അങ്ങനെ ഫയുൽബസു ഹുല്ലത്തുൽ കറാമ, മാന്യതയുടെ വസ്ത്രങ്ങൾ ആ വ്യക്തിക്ക് അണിയിച്ചു കൊടുക്കും. പിന്നെ ഖുർആൻ പറയും, യാ റബ്ബിർള അൻഹു, അല്ലാഹുവേ ഈ ഖുർആൻ മനപ്പാഠമാക്കിയ മനുഷ്യനെ നീ തൃപ്തിപ്പെടണമേ. ഉടൻ തന്നെ ഫയർള അൻഹു, അല്ലാഹു തആല ആ കുട്ടിയെ തൃപ്തിപ്പെടുകയാണ്, ഹാഫിദിനെ തൃപ്തിപ്പെടുകയാണ്. ഫയുഖാലു ലഹു, എന്നിട്ടോ അല്ലാഹുവിനോട് ആ കുട്ടിയോട് പറയപ്പെടുമത്ര, ഇഖ്റ, ഖുർആൻ ഹാഫിളാക്കിയ ആ മനുഷ്യനോട് പറയും, ഇഖ്റ, നീ ഓതണം. എന്നിട്ട് വർഖ, സ്വർഗത്തിന്റെ പടവുകളിലൂടെ ചവിട്ടിക്കിടന്നിട്ട് നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. ആഖിറത്തിൽ അല്ലാഹു തആല പറയും, വതുസാദു ബികുല്ലി ആയത്തിൻ ഹസന, എന്നിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ഓതപ്പെടുന്ന ആയത്തുകളുടെ തോതനുസരിച്ച് അല്ലാഹു തആല നന്മകൾ കൊടുക്കുമെന്ന്, വർധനവ്, നന്മകളിൽ വർധനവ് കൊടുക്കുമെന്ന് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ കൂലിയാണ്. അവര് ഖുർആനിന്റെ വാഹകരാണ്, ഖുർആൻ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്, ഖുർആൻ ഹിഫ്ളാക്കിയവരാണ്, പൂർത്തിയാക്കിയവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മസലുല്ലദീ യഖറഉൽ ഖുർആന വഹുവ ഹാഫിളുൻ ലഹു, പരിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കി ഖുർആൻ ഓതുന്നയാളുടെ ഉപമ, അവർ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, ഉന്നതന്മാരായ സമുൽകൃഷ്ടരായ അല്ലാഹുവിന്റെ അടുപ്പം സിദ്ധിച്ച മലക്കുകളോടൊപ്പമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവർക്ക് ദുനിയാവിലും മഹത്വമാണ്, ആഖിറത്തിലും മഹത്വമാണ്. ഖബറിൽ കൊണ്ടുവയ്ക്കപ്പെടുമ്പോൾ പോലും അത്തരം ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പ്രാധാന്യം കൊടുത്തിരുന്നു. പല ആളുകളും ചിന്തിക്കാറുണ്ട്, പക്ഷേ ഹാഫിളാക്കിയത് കൊണ്ട് ആ പഠിച്ചതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനോ ഒരു യഥാർത്ഥ മതവിശ്വാസിയായിട്ട് ജീവിതം നയിക്കുവാനോ കഴിയൂല. അതൊരിക്കലും കഴിയൂല. ഹിഫ്ള് പൂർത്തിയാക്കിയത് കൊണ്ട് മാത്രം എന്ത് മനസ്സിലാകാനാണ്? ആ പഠിച്ചത് അവരുടെ മനസ്സിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവരെ ഇൽമ പഠിക്കണം, ആലിമും കൂടിയാകണം. ഹാഫിദ് മാത്രമായാൽ പോരാ, ആലിമും കൂടിയാകണം. ആലിമും കൂടിയാകുമ്പോഴാണ് അത് മറക്കാതെ മരിക്കുന്നത് വരെ മനസ്സകത്തത് നിലയുറയ്ക്കുകയുള്ളൂ, നിലനിൽക്കുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ വലിയ പാപമാണ്. ഖുർആൻ പഠിക്കൽ, മനപ്പാഠമാക്കുന്നതിന്റെ ഹുക്കുമെന്താ? സുന്നത്താണ്. എന്നാൽ മറക്കുന്നതിന്റെ ഹുക്കുമെന്താ? ഹറാമാണ്. മറന്നുപോയാൽ ഹറാമാണ്. എങ്ങനെ മറക്കുക? അലസതയോടുകൂടെ, തഹാവുനൻ വതകാസുല, ശ്രദ്ധിക്കാതെ ഖുർആൻ എടുത്ത് ഓതൂല. ഒരലംഭാവ രീതിയിൽ അലസമായിട്ടും വളരെ നിസ്സാരമായിട്ടും കണ്ടുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെടാതെ നടന്നപ്പോ ഖുർആൻ അങ്ങ് മറന്നുപോയി. മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായയിൽ വിശദീകരിക്കുന്നത്, ഖുർആൻ മറന്നുപോകൽ ഹറാമാണ് എന്നതിനെ സംബന്ധിച്ച് പറയുന്നത് കാണാം. തഹാവുനൻ വതകാസുല, മടിയനായിട്ടും അലസമായിട്ടും ഖുർആൻ ഓതാതെ നോക്കാതെ അങ്ങനെ അങ്ങ് മറന്നുപോയി. അത് വലവ് ആയത്ത മിൻഹു, അത് ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്താണെങ്കിലും ശരി. നമ്മൾ വിചാരിക്കുന്ന എന്താ? ഖുർആൻ പൂർണ്ണമായിട്ടും പഠിച്ച ആളുകൾ ഖുർആൻ മറന്നാലേ പ്രശ്നമുള്ളൂ എന്നാണോ? മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുമുള്ള അവിടുത്തെ വിശ്വോത്തര ഗ്രന്ഥമായ അസ്സവാജിർ എന്ന കിതാബിൽ പറയുന്നത് കാണാം, ഖുർആൻ പഠിച്ചിട്ട് മറന്നുപോകൽ, മേൽ പറയപ്പെട്ട രൂപത്തിൽ മറന്നുപോകൽ, അത് കബായിറിൽപ്പെട്ട പാപമാണ്, വൻപാപങ്ങളിൽപ്പെട്ട പാപമാണ് എന്ന് മഹാനായ ഇബ്നു ഹജറിനിൽ ഹൈതമി റഹിമഹുല്ലാ തുഹഫയിലും കാണാം, ഫിഖ്ഹിന്റെ എല്ലാ കിതാബുകളിലും കാണാം. വൻപാപമാണ്, വൻപാപമാണ്. പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്നുപോകും. വേഗം പഠിക്കാൻ കഴിയും, പക്ഷേ പെട്ടെന്ന് മറന്നുപോകും.
ഒട്ടകത്തെ ബന്ധിക്കുന്നത് പോലെ നീ ബന്ധിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അല്ല എന്നുണ്ടെങ്കിൽ ഒട്ടകത്തെ തെളിക്കുന്നയാളിൽ നിന്ന് അത് കുതറി ഓടിക്കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടെത്താൻ വളരെ പ്രയാസമാണ് എന്നാണ് ഒട്ടകത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ മനപ്പാഠമാക്കിയിട്ട് അത് എത്രത്തോളം ഹൃദ്യസ്ഥമാക്കണം എന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഒട്ടകത്തെ കെട്ടുന്നത് പോലെ നീ കെട്ടിയിടണം, അല്ലെങ്കിൽ അത് നിന്നെ വിട്ടെറിഞ്ഞിട്ടത് പൊയ്പോയി പോകുമെന്ന് ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് ഓതി അത് മനസ്സിൽ ഉറപ്പിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ വലിയ പാപമാണ്. സൂറത്ത് യാസീൻ കാണാതെ പഠിച്ചവരുണ്ടാകും, മറന്നുപോയാൽ അത് ഹറാമാണ്. സൂറത്തു തബാറക പഠിച്ചവരുണ്ടാകും, മറന്നുപോയാൽ അത് ഹറാമാണ്. സൂറത്തുൽ ഇഖ്ലാസ് പഠിച്ചവരുണ്ടാകും, അറിയാത്തവരുണ്ടാവൂല. പഠിച്ചവർ, ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുന്നു, അതൊരാൾക്ക് മറന്നുപോയി, അതും ഹറാമാണ്. ഖുർആൻ പൂർണ്ണമായിട്ട് പഠിച്ചിട്ട് അത് മൊത്തത്തിൽ അങ്ങ് മറന്നു പോകുന്നതിനെ സംബന്ധിച്ചല്ല ഈ മസല. അതൊരു ആയത്ത് പഠിച്ചിട്ട് ആ ആയത്ത് മറന്നുപോയാലും അത് ഹറാമാണ് എന്നാണ് ഇമ്മത്തുകൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു നിതാന്ത ജാഗ്രത എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുർആൻ ഓതി, എന്നിട്ട് ഖുർആൻ പഠിച്ചു, എന്നിട്ട് വഅമില ബിഹി, അതനുസരിച്ച് അമലു ചെയ്യുകയും ചെയ്തു. ഖുർആൻ അനുസരിച്ച് അമല് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇൽമുണ്ടാകണം. ഹാഫിദായാൽ മാത്രം പോരാ, ഹിഫ്ദ് ഉണ്ടായാൽ മാത്രം പോരാ. ദർസിലേക്ക് വിടണം, അറബിക് കോളേജിലേക്ക് വിടണം. നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം ഒക്കെ കൊടുത്തോ, പക്ഷേ അതോടൊപ്പം നമ്മുടെ മക്കൾ ആലിമാകട്ടെ, മതബോധമുള്ളയാളാകട്ടെ, ഉമ്മയെ തിരിച്ചറിയാനുള്ള വിവരമുള്ള മക്കളാകട്ടെ. വാപ്പയുടെ വിലയും ഉമ്മയുടെ വിലയും സഹോദരന്റെ വിലയും അതുപോലെ തന്നെ സഹോദരന്റെ വിലയും ബന്ധുമിത്രാദികളുടെ വിലയും കുടുംബബന്ധം ചേർക്കുന്നതിന്റെ പവിത്രതയും മാഹാത്മ്യവും മനസ്സിലാക്കുന്ന തരത്തിലുള്ള മക്കളാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം അവർക്ക് മതപരമായ വിദ്യയും കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ഇൽമ നുകർന്ന് കിട്ടാനുള്ള വഴികൾ നമ്മൾ കാണിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ ഖുർആൻ പഠിച്ച് അത് ഓതി അത് പഠിച്ച് അത് മനപ്പാഠമാക്കി അതിനനുസരിച്ച് അമല് ചെയ്ത് കഴിഞ്ഞാൽ ഉൽബിസ വാലിദാഹു യൗമൽ ഖിയാമത്തി താജം മിൻ നൂർ, ഖിയാമത്ത് നാളിൽ അവർ വരുമ്പോ അവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്തിനാലുള്ള കിരീടം അണിയിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കൾക്ക് കിട്ടും, മാതാപിതാക്കൾക്ക് കിട്ടും. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അപ്പോ ഇങ്ങനെയുള്ള ഈ ഒരു പ്രകാശത്തിനാലുള്ള കിരീടം അവരെ ധരിക്കപ്പെടുമ്പോൾ മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല 2 വസ്ത്രങ്ങൾ അണിയിച്ചു കൊടുക്കും. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് ആഖിറത്തിൽ വെച്ച് ഈ മാതാപിതാക്കൾക്ക് ഈ സുന്ദരമായ സ്ഥാനവസ്ത്രങ്ങൾ അണിയിച്ചു കൊടുക്കുമ്പോ അവരോട് മറ്റുള്ള ആളുകൾ ചോദിക്കും, ബിമ കുസീനാഹാദ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് ധരിപ്പിക്കപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോ അവര് പറയുമത്രേ, ബി അഖ്ദി വലദികുമൽ ഖുർആൻ, മക്കൾ ഖുർആൻ മനപ്പാഠമാക്കിയത് കാരണത്താലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രകാശത്തിന്റെ ഗോപുരമാകുന്ന ഈ കിരീടം നമുക്ക് അല്ലാഹു തആല ധരിപ്പിച്ചു തന്നത് എന്ന് ഹാഫിളീങ്ങളായ മക്കളുടെ മാതാപിതാക്കൾ പറയുമെന്ന് ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ഹാക്കിം റഹിമഹുല്ലാഹ് അവിടുത്തെ മുസ്തദ്റക്കിൽ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം, അത്രത്തോളം പുണ്യമാണ് പരിശുദ്ധമായ ഖുർആൻ മനനം ചെയ്യലും മനപ്പാഠമാക്കലും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. 11:45 ഇനി എപ്പോഴാണ് മഴ പെയ്തെന്ന് അറിയാൻ പറ്റില്ല. ഏത് സമയവും കാലാവസ്ഥ പ്രതികൂലമായി മാറിയേക്കാം. അൽഹംദുലില്ലാ, ഒരല്പം ഇടവേള നമുക്കുണ്ടായി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം തീരുമാനിക്കണം, ഇവിടെ വെച്ച് എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ മക്കളിൽ നിന്ന്, നമുക്ക് ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ഉള്ളവർക്ക് തീരുമാനിക്കാമല്ലോ, ഒരു മോനെയെങ്കിലും ആഖിറത്തിലേക്കുള്ള ഒരു സേവിങ് ഡെപ്പോസിറ്റായി
ഒരു ഹാഫിളാക്കാം, ആലിമാക്കാം, അത് തീരുമാനം നമ്മൾ എടുക്കണം. ഇത് ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഖബറിൽ കിടക്കുമ്പോൾ എത്ര വലിയ ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അതൊന്നും നമുക്ക് ഉപകരിക്കൂല. ഏത് കലാലയത്തിലാണ് ഉമ്മയോടുള്ള കടപ്പാട് പഠിപ്പിക്കുന്നത്? ഏത് യൂണിവേഴ്സിറ്റിയിലാണ് മാതാപിതാക്കളോടുള്ള കടപ്പാടുകളും കടമകളും പഠിപ്പിക്കുന്നത്? സ്വന്തം അധ്യാപകന്മാരെ പോലും ഖരാവോ ചെയ്യുകയും തടഞ്ഞു നിർത്തുകയും ആ അധ്യാപകനെ പോലും തൊഴിക്കുകയും ചെയ്യുന്ന അധുനാതന യുഗത്തിൽ ഇന്ന് മോഡേൺ സ്കൂളുകളും അതുപോലെ തന്നെ കലാലയങ്ങളും പരിശോധിച്ചു നോക്കുമ്പോൾ അധ്യാപകന്മാരുടെ അടിവയറ്റിൽ പോലും കടാര കുത്തിയിറക്കുന്ന കശ്മലന്മാരായ വിദ്യാർത്ഥി സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അഭിശബ്ദമായ സന്ദർഭമാണ് ഇത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെയൊന്നും പഠിപ്പിക്കുന്ന ഏത് കരിക്കുലത്തിലാണുള്ളത്? ചെറിയ പ്രൈമറി ക്ലാസ് മുതൽ പ്രൊഫഷണൽ കോഴ്സ് വരെയും സിവിൽ സർവീസ് വരെയും IAS-കാരനായിട്ടും IPS-കാരനായിട്ടും ഒക്കെ ജില്ലാ കളക്ടറായിട്ടും ഒക്കെ നമ്മുടെ മക്കള് പഠിച്ചിറങ്ങുമ്പോ എവിടെയെങ്കിലും ഒരല്പമെങ്കിലും ധാർമ്മിക ബോധത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ താളെടുത്ത് കാണിക്കാൻ ഏതെങ്കിലും ഒരു ഭൗതിക വിദ്യാർത്ഥിക്ക് കാണിക്കാൻ കഴിയുമോ? കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഉമ്മയെ തിരിച്ചറിയണമെങ്കിൽ, വാപ്പയെ തിരിച്ചറിയണമെങ്കിൽ, അയൽപ്പക്കാരോടുള്ള കടമകൾ നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ, സ്വന്തം സഹോദരങ്ങളോടുള്ള കടമകൾ നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ, സ്വന്തം ഉറ്റവരോടും ഉടയവരോടുമുള്ള ബാധ്യതകൾ നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ, മക്കളോടും മാതാപിതാക്കളോടും പ്രിയപ്പെട്ട ഇണയോടും തുണയോടുമുള്ള കടമകളും കടപ്പാടുകളും നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ മതബോധം അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. നമ്മൾ നോക്കുമ്പോൾ നല്ല ടിപ് ടോപ്പ് നടക്കുന്നുണ്ടാകും. ഇബാദത്ത് അറിയുമോ? നിസ്കാരം അറിയുമോ? സ്വന്തം വാപ്പ മരണപ്പെട്ടു പോയാൽ തനിക്ക് ജന്മം നൽകിയ ഉപ്പയും ഉമ്മയും മൺമറഞ്ഞു പോയ എന്താണ് എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി ഇനി മുതൽ ഞാൻ ചെയ്യേണ്ടുന്ന ബാധ്യത എന്താണ് എന്ന് പോലും തിരിച്ചറിയാത്ത മക്കളുള്ള കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. മക്കൾക്ക് ഭൗതികം മാത്രമുണ്ടായതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? ഉമ്മയ്ക്ക് വേണ്ടി എങ്ങനെ ദ്വാരക്കണമെന്ന് അവർക്കറിയോ? വാപ്പയ്ക്ക് വേണ്ടി എങ്ങനെ ദുആ ചെയ്യണമെന്ന് ഈ മക്കൾക്കറിയുമോ? സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി എങ്ങനെ ദുആ ചെയ്യണമെന്ന് അറിയുമോ? ഈ മക്കളുടെ സഹായത്തിന് വേണ്ടി വാപ്പയും ഉമ്മയും കൊതിച്ചുകൊണ്ടിരിക്കുന്ന ആയുസിന്റെ അവസാന സന്ദർഭങ്ങളിൽ ഈ മക്കളുടെ സഹായം അവർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഉമ്മയുടെ വിലയും വാപ്പയുടെ വിലയും മക്കൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുള്ള ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസം അത് മതപരമായ വിദ്യാഭ്യാസമാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിക്കണം, നമുക്ക് ഉപകരിക്കണം. നമ്മൾ എന്തിനാ ഇത്ര പാടുപെടുന്നത്? മക്കൾക്ക് വേണ്ടി എത്ര ലക്ഷങ്ങളാ നമ്മൾ ചിലവഴിക്കുന്നത്? ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി ലക്ഷോപലക്ഷം ചിലവഴിക്കേണ്ടി വന്നാലും അവർക്ക് യാതൊരു മടിയുമില്ല. ലോൺ എടുത്തിട്ടും കടം മറിച്ചിട്ടും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുമൊക്കെ ലക്ഷങ്ങൾ, 50 ലക്ഷം വേണമെങ്കിലും കൊണ്ടുപോയി ഏതെങ്കിലും ഒരു അഡ്മിഷന് വേണ്ടി +2-ന്റെയോ ഒരു MBBS-ന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോച്ചിങ് ക്ലാസ്സിനോ മറ്റൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയാ? മക്കളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ. ഒരു നയാ പൈസയുടെ ഗുണം പോലും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. 5 ലക്ഷമോ 50 ലക്ഷം കൊടുത്താലും 1 രൂപയുടെ സഹായം പോലും കിട്ടാത്ത അവസ്ഥയിൽ എത്രയോ മാതാപിതാക്കൾ കണ്ണുനീര് വാർത്തുകൊണ്ട്, കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ദുഃഖിതരായി സങ്കടത്തോടുകൂടെ കഴിഞ്ഞുകൂടുന്ന എത്രയോ ആളുകളെ നമുക്കറിയാം. മക്കളെ കൊണ്ട് ഒരു ഗുണവുമില്ല. അവർ പറയും, ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ട് അവനെ ഞാൻ MBBS-ന് വിട്ടത്, ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ട് അവനെ ഞാൻ എഞ്ചിനീയർ ആക്കിയത്, ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടാണ് അവനൊരു ഗവൺമെന്റ് ജോബ് വാങ്ങിക്കൊടുത്തത്. പക്ഷേ അവനെ കൊണ്ട് ഒരു ഉപകാരവുമില്ല. അവസാനം ഏതെങ്കിലും വൃദ്ധസദനങ്ങളിലേക്കും അതുപോലെയുള്ള ചില കേന്ദ്രങ്ങളിലേക്ക് സ്വന്തം ഉമ്മയെയും വാപ്പയെയും കൊണ്ട് തള്ളിയില്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോലും
സ്വന്തം മക്കളുടെ ആട്ടും തുപ്പും കേട്ട് സഹിക്കാൻ കഴിയാതെ വളരെ മോശമായ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന എത്രയോ ഉമ്മമാർ, ഉപ്പമാർ, വാപ്പമാർ നമ്മുടെ ഇടയിലുണ്ട്. എന്തുകൊണ്ടാ? മക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സേവനങ്ങളും ഒരു ഹിദുമകളും അവർക്ക് കിട്ടുന്നില്ല. എന്താ അതിന്റെ കാര്യം? മക്കൾക്ക് ബോധമില്ല. ഭൗതിക വിദ്യാഭ്യാസമുണ്ട്, അത് വേണമെങ്കിൽ അതുകൊണ്ടൊന്നും മൂല്യബോധമുണ്ടാവൂല, ധാർമ്മിക ബോധമുണ്ടാവൂല. അതിലൂടെ മൂല്യച്യുതിയാണ് ഉണ്ടാകുന്നത്, അധാർമികത മാത്രമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ആത്മീയമായ വിദ്യാഭ്യാസവും മക്കൾക്ക് മതബോധം പകർന്നു കൊടുക്കുന്ന സാഹചര്യങ്ങളും കൂടി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടും. അവര് പോലീസുകാരായിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, മതബോധമുള്ള ഡോക്ടറാവട്ടെ, അതിനൊന്നും ഇസ്ലാം എതിരല്ല. നമ്മുടെ മക്കൾ എല്ലാ തരത്തിലും ഉയർന്നു വരണം. ഭൗതികമായ വഴികളിലൂടെയൊക്കെ താണ്ടിക്കടന്ന് അതിൻ്റെ ഏറ്റവും വലിയ ഉജ്ജ്വലമായ വിധാനങ്ങളിലേക്ക് നമ്മുടെ മക്കൾ കടന്നു കയറണം. പക്ഷേ അതോടൊപ്പം അവർക്ക് മതപരമായ ആത്മീയമായ പരിജ്ഞാനവും കൂടി വേണം. അതിന് ആ ഒരു ബോധം, മതപരമായ പരിജ്ഞാനം ഉണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ, നമ്മുടെ മക്കളും വിജയിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒന്നും കൂടി അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സുകൾ ഓർത്തുവെക്കുക. നമ്മുടെ മക്കൾ എന്ത് സുഹൃതം ചെയ്താലും അതിൻ്റെ നേട്ടം ആർക്കാണ്? നമുക്കാണ്, മാതാപിതാക്കൾക്കാണ്. ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോഴും അതിന്റെ നേട്ടം നമുക്ക് കിട്ടും. നാളെ മരിച്ചാരോരുമില്ലാത്ത 6 അടി മണ്ണിന്റെ ഉള്ളിൽ അധിവസിക്കേണ്ട സമയത്ത് പോലും നമ്മുടെ മക്കൾ ചെയ്യുന്ന മുഴുവൻ സുഹൃതങ്ങളുടെയും പുണ്യങ്ങൾ നമുക്ക് കിട്ടും. അവര് ദുആ ചെയ്തില്ലെങ്കിൽ പോലും, അവര് നിസ്കരിച്ചാൽ, അവരൊന്ന് ദിക്ർ ചൊല്ലിയാൽ, അവരവരുടെ പ്രിയപ്പെട്ട പ്രിയതമയോട് നല്ല നിലയിലൊന്ന് വർത്തിച്ചാൽ, അവരുടെ മക്കളോട് നല്ല നിലയിൽ വർത്തിച്ചാൽ, അവരവരുടെ കൂട്ടുകാരോടും സമൂഹത്തിനോടും ബാധ്യതകളും കടമകളും നിർവഹിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെയാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാഇ ഉലൂമിദ്ദീനിൽ വിശദീകരിക്കുന്നത്. മക്കള് ദുഷിച്ചു പോയാൽ, മക്കള് കള്ളുകുടിയന്മാരായാൽ, മക്കൾ ദുർമാർഗികളായി കഴിഞ്ഞാൽ, അവന്റെ വാപ്പ ചിലപ്പോൾ നല്ല ഹാജിയായിരിക്കും, വലിയ ആലിമായിരിക്കും, വലിയ മുത്തഖിയായിട്ട് ജീവിച്ചയാളായിരിക്കും. പക്ഷേ ഖബറിൽ കിടക്കുമ്പോ ഈ ദുർമാർഗിയായ മകൻ ചെയ്യുന്ന ദുഷ്ചെയ്തികൾ കാരണത്താൽ ആ ഖബറിൽ കിടക്കുന്ന, ഒന്നും അറിയാതെ കിടക്കുന്ന ആ വാപ്പ പോലും ഇതിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ഇഹ്യാഇൽ വിശദീകരിക്കുകയാണ്. നമ്മൾ പേടിക്കണ്ടേ എൻ്റെ പ്രിയപ്പെട്ടവരെ? നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ ചെയ്തത് അതിന്റെ ഫലം അവ അനുഭവിക്കും, ഞാൻ ചെയ്തതിന്റെ ഫലം എനിക്ക് കിട്ടും, അതുകൊണ്ട് ഖബറിൽ പോയി സ്വസ്ഥമായിട്ട് കിടക്കാമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ഒരിക്കലും നടക്കൂല. നമ്മുടെ മക്കള് ദുർമാർഗികളാണോ? എന്നാൽ അത് ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷയും കൂടി നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. മറ്റുള്ളവരുടെ തിന്മയുടെ പാപഭാരം ഖബറിൽ കിടന്നുകൊണ്ട് പേരേണ്ടി വരുമെന്ന് മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ അടിവരയിട്ട് നമ്മൾ കുറിച്ചിടണം, നമ്മൾ വിസ്മരിക്കരുത്.